എന്താ ഉള്ളതെന്ന് വെച്ചാൽ അതിലെടുത്തിട്ട് പോകാൻ പറയണം. അല്ലാതെ അതും ഇതും വെച്ച് മറന്നൊന്നും പറഞ്ഞ് വീണ്ടും തിരിച്ചു വരാൻ ഇടയുണ്ടാക്കരുത്. എന്തായാലും ഇത്രയും നാളൊക്കെ ആയില്ലേ, പോയി നിൽക്കാൻ കൃത്യമായിട്ട് ഒരിടം കിട്ടുന്നവരെ അവിടെ തന്നെ അങ്ങ് നിന്നോട്ടെ. എന്ന് വെച്ച് ഒരുപാട് ദിവസമൊന്നും നിർത്താൻ പറ്റില്ല. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഒരു കാര്യം ഞാൻ സുശീലോട് പറയട്ടെ. ശേഖരൻ ഇന്ന് വേണമെങ്കിലും അവിടുന്ന് ഒഴിഞ്ഞു പോകാനായിട്ട് തയ്യാറാണ്. പക്ഷെ അവസാനമായി അവൻ ഒരാഗ്രഹം കൂടി ബാക്കിയുണ്ട്. സുശീല മനസ്സ് വെച്ചാൽ ആ ആഗ്രഹം നടക്കും. എന്താ ആഗ്രഹം? ഈ വരുന്ന തിരുവോണത്തിന് കുടുംബത്തോടൊപ്പം ശേഖരന് കഴിയണം. മക്കളോടൊപ്പം ഇരുന്ന് തിരുവോണ സദ്യ ഉണ്ണണം. അത് സുശീലയ്ക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റൂ? ആന്റി, ഇപ്പോഴും ദൈവം ആന്റിയുടെ കൂടെ തന്നെ. ബിഗ് ടിക്കറ്റ് അടിച്ചത് ശേഖരനാണെങ്കിലും 20 കോടി വാങ്ങാൻ പോകുന്നത് ആന്റി ആയിരിക്കും. എന്നുണ്ടെങ്കിൽ വേണ്ട സുശീലെ ഒന്നുകൂടി ഒന്ന് ആലോചിക്കും. സമയമുണ്ടല്ലോ, ആലോചിച്ചൊരു തീരുമാനം പറഞ്ഞാൽ മതി. അതിന് താമസിക്കാനൊരിടം കിട്ടിയാലല്ലേ പോകൂ. അതുവരെ അവിടെ ഉണ്ടല്ലോ. ഞാൻ നോക്കട്ടെ മാഷേ. ശരി, നോക്കിയിട്ട് മതി. എന്നാ പിന്നെ ഞാനങ്ങോട്ട് ഇറങ്ങുക. ഇനി അയാളുടെ ഊരുതണ്ടൊന്നും പറ്റില്ല. ഇന്ന് തന്നെ അവിടെ കയറി ഇരുന്നോളാൻ പറയണം.